ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റി സ്നേക്ക് പ്ലാന്റുകളുണ്ട്. ഈ സ്നേക്ക് പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലകളാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ സൈഡിലൊക്കെ യെല്ലോ കളർ കണ്ടോ. അപ്പൊ എല്ലാവർക്കും ജെസ്സിസ് ഗാർഡൻ വോയിസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെസ്സി. ഈ സ്നേക്ക് പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലകളുടെ സൈഡിലുള്ള യെല്ലോ കളറിലുള്ള ലൈനാട്ടോ. സ്നേക്ക് പ്ലാന്റിന്റെ ശരിയായ പേര് സാൻസിവേരിയ എന്നാണ്. ഇതിനെ സർപ്പപ്പോള എന്നും വിഷപ്പോള എന്നൊക്കെ പറയും. സർപ്പപ്പോള എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇല നോക്കിയപ്പോൾ മനസ്സിലാവും, പാമ്പിന്റെ ഉരിഞ്ഞിട്ട തോല് പോലെ തോന്നൂലേ ഇതിന്റെ ഡിസൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയണത്. ഇതിന്റെ വെരിഗേറ്റഡ് ഇനാട്ടോ ഇത് കണ്ടില്ലേ, കിളിക്കൂട് പോലെ തോന്നും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. സ്നേക്ക് പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം. ഇതിന്റെ ഡോർഫ് ഇനങ്ങൾ നമുക്ക് സിറ്റ് ഔട്ടിലോ ടീപ്പോയുമയോ ഒക്കെ വെക്കാൻ പറ്റും. നമുക്ക് സിറ്റ് ഔട്ടിൽ ഒരു സ്റ്റാൻഡുമേ ഇത് നിറയെ അലങ്കരിച്ച് നമുക്ക് വെക്കാൻ പറ്റും. ഇത് നടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഇലകൾ നട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതിന്റെ കടയ്ക്ക് തൈക്കൾ മുളച്ചു വന്നേക്കണ നോക്കി അത് അടർത്തിയെടുത്ത് നടാം. കുറേ വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അത് ഞാൻ കാണിച്ചു തരാം. ഈ സ്നേക്ക് പ്ലാന്റ് നോക്കി നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ നിൽക്കുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് എത്ര മഴ നനഞ്ഞാലും കുഴപ്പമില്ല, വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല. ഒരു ചെറിയ ഇതള് നട്ടാൽ മതി, ഇതുപോലെ നിറഞ്ഞ് തൈക്കൾ ഉണ്ടായി വരും. ഇത് എൻ്റെ അടുത്ത് കുറേ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഈ സാധാരണ സ്നേക്ക് പ്ലാന്റ് ഇതിന്റെ വെരിഗേറ്റഡ് ഇനാട്ടോ. ഇതൊക്കെ കണ്ടോ, ബേഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. കിളിക്കൂട് പോലെ നമുക്ക് തോന്നണില്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ കാണുന്ന ഈ സ്നേക്ക് പ്ലാന്റ് ഇല്ലേ, ഇത് നോക്കി, ഇത് വെരിഗേറ്റഡ് ഇനാട്ടോ. ഈ സ്നേക്ക് പ്ലാന്റ് നിറയെ തൈക്കൾ മുളച്ച് വന്നുണ്ട് ഇപ്പൊ ഇരുന്ന്. ഇതിന്റെ പൂവ് കണ്ടോ, പൂവ് വന്നേക്കണ നോക്കി, ഒരു 2 ആഴ്ചയോളം നിൽക്കൂട്ടോ ഇതിന്റെ പൂവ്. അത് കഴിഞ്ഞ് ഇതിന്റെ പൂവ് പോവും. ഇത് സ്റ്റാർ ഫിഷ് എന്ന് പറയും. ഇതിന്റെ ഇലയൊക്കെ സിലിണ്ടറിക്കൽ ഷേപ്പായിരിക്കും. ഇതിന്റെ വെരിഗേറ്റഡ് ഇനാട്ടോ ഈ കാണുന്നത്. ഇതിന്റെ വെരിഗേറ്റഡ് ഇന ഇത് സിൽവർ ഇനത്തിൽപ്പെട്ടതാട്ടോ. സ്നേക്ക് പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടോ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. ഇതിന്റെ നനയെ പറ്റി പറയുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ ഈ സ്നേക്ക് പ്ലാന്റ് ചീയും. സാധാരണ സ്നേക്ക് പ്ലാന്റിന് കുഴപ്പമില്ല. ഇതൊക്കെ ഈ വെരിഗേറ്റഡ് ഇനമൊക്കെ നമ്മൾ വെള്ളം കൂടിപ്പോയിട്ട് ഇതിന്റെ കടക്കെ ചീച്ചലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല അതിന്. പിന്നെ ഇതിന്റെ വെയില്, സാധാരണ സ്നേക്ക് പ്ലാന്റ് എത്ര വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല. പക്ഷെ ഇത് വെരിഗേറ്റഡ് ഇനായതുകൊണ്ട് ഒത്തിരി വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തുമ്പൊക്കെ ഇത് കണ്ട കരിഞ്ഞു. ഈ കൊല്ലത്തെ വേനൽ ഭയങ്കര കഠിനമായിരുന്നല്ലോ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കരിയൊക്കെ ചെയ്തു. പിന്നെ ഇതിന് നമ്മൾ കൊടുക്കുന്ന വളം ജൈവവളം ആട്ടോ നമ്മൾ കൊടുക്കണത്. നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം സൂക്ഷിച്ചു വെച്ചിട്ട് പഴത്തിന്റെ തൊലി അരച്ച് അതിൽ ചേർത്ത് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതൊക്കെയാണ് ഞാൻ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കണത്. അതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് നിറയെ തൈക്കൾ മുളച്ച് വന്നുണ്ട്. ഒത്തിരി തൈക്കൾ മുളച്ച് വന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ കേട്ടോ. പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റിനെ പറ്റി. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ.